മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥിക്ക് നിർമ്മിച്ച സ്നേഹഭവനം കൈമാറി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിലാണ് തണൽ സ്നേഹഭവനം നിർമ്മിച്ചത്. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥിക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. കുട്ടികൾ സ്ക്രാപ്പ് ചാലഞ്ച്, ബിരിയാണി ചലഞ്ച്, ഉൽപ്പന്ന നിർമ്മാണ വിപണനം തുടങ്ങി വിവിധ ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് വീട് നിർമ്മിക്കുന്നതിനുള്ള തുക കണ്ടെത്തിയത്. 9 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 550 ചതുരശ്ര അടിയിൽ വീട് നിർമ്മിച്ചത്. സ്കൂൾ PTA, മാനേജ്മെന്റ്, ഗ്രാമപഞ്ചായത്ത് അധ്യാപകർ, നാട്ടുകാർ എന്നിവർ ഭവന നിർമ്മാണവുമായി സഹകരിച്ചു. മതിലകം തൃപ്പേക്കുളം സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി പ്രൊഫസർ ഡോക്ടർ ആർ ബിന്ദു താക്കോൽദാനം നിർവഹിച്ചു. ഭൂരഹിതരും ഭവനരഹിതരുമില്ലാത്ത കേരളം എന്ന സംസ്ഥാന സർക്കാരിന്റെ നയം ഉറപ്പാക്കുന്നതിന് വലിയൊരു പങ്കാളിത്തമാണ് NSS നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഭൂരഹിതരും ഭവനരഹിതരുമില്ലാത്ത കേരളം എന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നയം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പങ്കാളിത്തമാണ് NSS മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 1000 സ്നേഹ വീടുകൾ കേരള സംസ്ഥാനത്ത് പണിത് നൽകാനാണ് തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ അലോഷ്യസിന് ഒരു വീട് ഒരുങ്ങിയിട്ടുള്ളത്. നമ്മുടെ NSS വോളണ്ടിയേഴ്സ് പല രൂപത്തിലുള്ള ചലഞ്ചുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അതിനുള്ള ധനസമാഹരണം നടത്തിയിട്ടുള്ളത്. സുമനസ്സുകളായിട്ടുള്ള വ്യക്തികളുടെ സഹായം അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. കേരള സംസ്ഥാനത്ത് പലയിടങ്ങളിലും അത്തരത്തിൽ അർഹരായ കുട്ടികൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതിനും നിരാലംബരായ കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതിനുമൊക്കെ NSS നല്ല രീതിയിൽ ഇടപെട്ട് മാതൃകാപരമായി പ്രവർത്തിക്കുന്നുണ്ട്. ചില NSS യൂണിറ്റുകൾ 8 വീടുകളോളം നിർമ്മാണം പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ കുട്ടികൾ നടത്തിയിട്ടുള്ള ആത്മാർത്ഥമായ പരിശ്രമം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുകയാണത്. NSS ഒട്ടനവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. വയോജന പരിപാലനം, ലഹരി വിരുദ്ധ പരിപാടി കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് 10,000 കണക്കിന് NSS വോളണ്ടിയേഴ്സാണ് ലഹരി വിരുദ്ധ പരിപാടിയിൽ ആസാദ് സേന എന്ന പേരിൽ പ്രത്യേകം രൂപീകരിച്ചിട്ടുള്ള NSSന്റെ തന്നെ കീഴിലുള്ള സംവിധാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ പരിപാടിയുടെ ഭാഗമായി ബോധവൽക്കരണത്തിന് വാക്കത്തോണുകൾ സംഘടിപ്പിച്ചതിൽ പങ്കാളികളായിട്ടുള്ളത് 10,000 വാക്കത്തോണുകൾ അല്ലേ ഈ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ വയോജനങ്ങളെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ താമസിച്ചു വരുന്ന കോളനികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും അവിടുത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കാനും ഒക്കെ തന്നെ NSS പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ദത്ത് ഗ്രാമങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മാലിന്യ വിമുക്ത കേരളം എന്ന പ്രഖ്യാപനം സാക്ഷാത്കരിക്കുന്നതിന് മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്ന മൂലകളൊക്കെ വൃത്തിയാക്കി ഉദ്യാനങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനം സർഗാത്മകമായ നിലയിൽ NSS ഏറ്റെടുക്കുന്നുണ്ട്. ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല. ഒട്ടനവധി വ്യത്യസ്തതയാർന്ന പ്രവർത്തനങ്ങൾ NSSലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾ സമൂഹ പുനർനിർമ്മിതിയുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്നുണ്ട്. അതിൽ വളരെ അനുഗ്രഹീതമായ പരിപാടിയാണ് വീട് വെച്ചു കൊടുക്കുക എന്നുള്ള കാര്യം. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട അലോഷിന് വേണ്ടി അന്ന് ഈ വീടിൻ്റെ മറ്റ് ആവശ്യങ്ങൾ തുടങ്ങിയ അന്ന് മുതൽ പല സന്ദർഭത്തിൽ നമ്മുടെ NSSന്റെ ടീച്ചർ ഇതിൻ്റെ പുരോഗതിയെ സംബന്ധിച്ചും അതിൻ്റെ വേഗതയെ സംബന്ധിച്ചും ഒക്കെ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിരുന്നതാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ വീട് അതിൻ്റെ താക്കോൽദാനത്തിലേക്ക് നമ്മൾ കടന്നു. നിരവധിയായിട്ടുള്ള മാർഗങ്ങൾ ഇതുവേണ്ടി നമ്മുടെ കുട്ടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സ്ക്രാപ്പ് ചലഞ്ച് എന്ന് പറയുന്നത്, ബിരിയാണി ചലഞ്ച്, അങ്ങനെ പലതരത്തിലുള്ള പരിപാടികൾ അങ്ങനെ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പരിപാടിയാണ്. നമുക്കറിയാം കുട്ടികളുടെ ഒരു സമഗ്രമായ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം നല്ല മാനവികതയുള്ള, സ്നേഹമുള്ള, നന്മയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കലാണ്. അപ്പം അതങ്ങനെ ഒരു സമൂഹത്തിന് വരണമെങ്കിൽ തീർച്ചയായും അതിനുള്ളൊരു ട്രെയിനിങ് അല്ലെങ്കിൽ അതിനുള്ളൊരു രീതി കുട്ടികൾക്ക്, അതിനുള്ളൊരു സന്ദർഭം അവർക്ക് ലഭിച്ചേ മതിയാകും. അങ്ങനൊരു സന്ദർഭമായി തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ പ്രവർത്തനത്തിനെ കൂടി നമ്മൾ കാണുന്നത്. സ്റ്റേറ്റ് NSS ഓഫീസർ RN അൻസാർ, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ എന്നിവർ മുഖ്യാതിഥികളായി.
NSS ജില്ലാ കോർഡിനേറ്റർ എ.വി. പ്രതീഷ്, മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.എസ്. രാജു, പഞ്ചായത്ത് അംഗങ്ങളായ സുമതി സുന്ദരൻ, രജനി ബേബി, ഒ.എ. ജൻഡ്രൻ, പ്രിൻസിപ്പൽ എ.പി. ലാലി, PTA പ്രസിഡന്റ് കെ.വൈ. അസീസ്, പ്രധാന അധ്യാപകൻ വി.കെ. മുജീബ് റഹ്മാൻ, ഹംസ വൈപ്പിപ്പാടത്ത്, എ.എ. തോമസ്, ഇ.ആർ. രേഖ, ബിന്ദു സന്തോഷ്, ജിസ്മോൻ ഫ്രാൻസിസ്, റിഹിയാനത്ത് അൻസാരി, ജിഷ വിനോദ്, പി.എൽ. രശ്മി, NSS പ്രോഗ്രാം ഓഫീസർ ആന്റണി തോമസ് എന്നിവർ സംസാരിച്ചു. It gives me immense pleasure to express my appreciation for the invaluable experiences my child has encountered at Holy Grace Academy, especially the influence of Manipuri teachers. And this initiative has showcased the school's determination to instill values of diversity and unity in our children. കുട്ടികൾക്ക് കൊടുക്കുന്ന വീക്കിലി പ്ലാൻസ് അവരുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വീക്കെൻഡ് ആയിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും. അവരുടെ അക്കാഡമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. And now I have been witnessing the developmental change in my son. Your teachers work collaboratively with kids to enhance their academic knowledge as well as their life skills. I really express my gratitude to Holy Grace family for providing a truly international curriculum to my son.